ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ന്യൂയോർക്കിലാണുള്ളത്. അപ്പോൾ ന്യൂയോർക്കിലെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ന്യൂയോർക്കിലെ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ ചർച്ച് എന്നാണ് ആ ദേവാലയത്തിൻ്റെ പേര്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ആ ചർച്ചിൻ്റെ ബെല്ലാണ് നമ്മൾ ഈ കേൾക്കുന്നത്. എത്ര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ? ന്യൂയോർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ക്രൗഡ് സിറ്റിയാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളുമാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. വൺസ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നവരാരും ഈ സെൻറ്റ് പാട്രിക് ചർച്ചിൽ വരാതെ പോകില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം ജനങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ഈ സെൻറ്റ് പാട്രിക് ചർച്ച് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളി കൂടിയാണ് ഈ സെൻറ്റ് പാട്രിക് ചർച്ച്. എല്ലാ പള്ളികളുടെയും ഒരു ഹെഡും കൂടിയാണ്. ചർച്ച് ഓഫ് ഓൾ പാരിഷ് എന്നും കൂടി ഇതിന് പേരുണ്ട്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഓരോ ബ്രാൻഡഡ് കമ്പനികളാണ്. നമ്മളങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇന്നും ഒരുപാട് ആൾക്കാർ പള്ളി വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കും പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കാണാം. അതായത് ഈ പള്ളിയുടെ ഫ്രണ്ടാണിത്. ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള ഒരു പള്ളിയാണിത്. ഈ പള്ളിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ഡോറ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ടൈറ്റാനിക് ബ്രോൺസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് വിശുദ്ധർ നമുക്ക് കയറുമ്പോൾ തന്നെ, അതായത് പുറത്തുനിന്ന് തന്നെ നമുക്ക് ഒരുപാട് വിശുദ്ധരെ കാണാൻ പറ്റുന്ന ഒരു ദേവാലയമാണ്. ഓരോ വർഷവും 5 മില്യൺസിലധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിക് ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ സെൻറ്റ് പാട്രിക് ചർച്ച് എന്ന് പറയുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ അൾത്താരയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അൾത്താരയാണിത്. ഒരുപാട് ഹൈറ്റിലാണ് ഈ അൾത്താര നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. ഈ പള്ളിക്കും നല്ല ഹൈറ്റുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെന്ന് പറയുന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ. ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ, അതായത് വിൻഡോയിലെല്ലാം ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ ഓരോ വിശുദ്ധരുടെ ചിത്രങ്ങളാണ് അവിടെ പെയിൻറ്റിങ് ചെയ്ത് വച്ചിരിക്കുന്നത്. സെൻറ്റ് പാട്രിക് എന്നാണ് ഈ പള്ളിയുടെ പേരെങ്കിലും ഇവിടെ സെൻറ്റ് പാട്രിക് മാത്രമല്ല, എല്ലാ വിശുദ്ധരുമുണ്ട്. സകല വിശുദ്ധരുടെയും ഒരു പള്ളിയാണിത്. ഇത്രയധികം വിശുദ്ധരെ ഞാൻ ഒരു പള്ളിയിലും കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഇന്നൊരു സൺഡേ അല്ല, എന്നിട്ട് കൂടി ഒരുപാട് ആൾക്കാർ ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ വിശ്വാസം എടുത്തു പറയേണ്ടുന്നതാണ്. സകല വിശുദ്ധരോടൊപ്പം എടുത്തു പറയണമെന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അതായത് നമ്മുടെ മാതാവിനോടുള്ള വിശ്വാസവും ആദരവുമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതലുള്ളത്. നല്ല വിശ്വാസമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർ വളരെ ഭക്തിയോടു കൂടിയാണ് അവർ പള്ളിയിലേക്ക് വരുന്നത് പോലും. എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ വിശ്വാസം ഇവർക്കൊക്കെ ഉണ്ടെന്നാണ്. അതായത് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിക്കും. കാരണം ഇവിടെ എല്ലാ വിശുദ്ധരുമില്ലേ, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് അവർ പറയുന്നത്. ശരിയല്ലേ? ഇവിടെ എല്ലാ വിശുദ്ധരുമുണ്ട്. ഇത് നോക്കിയേ, ഈ ഓൾട്ടർ നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിശുദ്ധരും അതിനകത്തുണ്ട്. ഇത് ഓൾട്ടറിൻ്റെ ബാക്കിലത്തെ ഓൾട്ടറാണ്. അതായത് അതിനകത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ഓൾട്ടറാണത്. ഇവിടെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കും എന്ന് തന്നെയാണ്. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയാണ് ന്യൂയോർക്കിലെ സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ ചർച്ചിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.